شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. സൂറത്തുൽ മുദ്ദസിറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ മുദ്ദസിറിലെ 43 ആയത്തുകളാണ് പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇനി 44-ാമത്തേത് പഠിക്കാം. നമ്മൾ പഠിച്ചു വന്നിരുന്ന വിഷയം നരകത്തിലേക്ക് ആളുകളെ പ്രവേശിപ്പിച്ചതിൻ്റെ കാരണം എന്താണ് എന്ന് ആ നരകക്കാരോട് തന്നെ ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ما سلككم في سقر قالوا لم نك من المصلين ولم نك نطعم المسكين. ما سلككم في سقر തൊട്ട് മുമ്പ് 41-ൽ അനിൽ മുജ്രിമീൻ എന്ന് പറഞ്ഞു അല്ലേ. സ്വർഗത്തിൽ കുറ്റവാളികളായ ആളുകളെക്കുറിച്ച് പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് സ്വർഗത്തിൽ. അവരിങ്ങനെ സംസാരിക്കുകയാണ്. സ്വർഗത്തിലുള്ള ആളുകൾ കുറ്റവാളികളോട് സംസാരിക്കുകയാണ്, നിങ്ങൾ എന്തേ നരകത്തിൽ പോകാൻ കാരണം? അപ്പം നരകക്കാർ പറയുന്ന മറുപടിയാണ് 43-ലും 44-ലും ഉള്ളത്. 42-ാമത്തെ ആയത്തിൽ സ്വർഗക്കാർ ചോദിക്കുകയാണ് നരകക്കാരോട്, മാ സലക്കക്കും ഫി സഖർ, എന്തേ നിങ്ങൾ നരകത്തിലേക്ക് പോകാൻ കാരണം? നിങ്ങളെ നരകത്തിൽ പ്രവേശിപ്പിച്ചത് എന്താണ്? ഖാലു, അവരതിന് മറുപടി പറയും, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കാത്ത ആളുകളായിരുന്നു. നമ്മളത് വിശദമായി പറഞ്ഞു. ഇനി അവർ അടുത്ത് പറയുന്ന ഒരു കാരണമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ള ആയത്തിലുള്ളത്. 44-ാമത്തെ ആയത്തിൽ, വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ മിസ്കീന്മാരായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുകയില്ലായിരുന്നു. പാവങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുത്തിരുന്നുമില്ല. എത്ര നമ്മളൊക്കെ നിസ്സാരമായി കാണുന്ന വിഷയമാണിത്. സുബ്ഹാനല്ലാഹ് അല്ലേ. കൊടുക്കുക എന്നത് ഐച്ഛികമല്ലേ, ഓരോരുത്തരും ഇഷ്ടപ്രകാരം ചെയ്യേണ്ടതല്ലേ. അത് ചെയ്താലും ചെയ്തില്ലെങ്കിലും സ്വർഗത്തിൽ പോവുമല്ലോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ആളുകളാണ് നമ്മൾ. സുബ്ഹാനല്ലാഹ്. മിസ്കീന്മാരായ ആളുകൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നില്ല എന്നാണ് ഈ പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ആ വിഷയം. നമ്മൾ സക്കാത്ത്, ഇത് സക്കാത്തിനെ കുറിച്ചല്ലല്ലോ ഇവിടെ പറഞ്ഞത്. സക്കാത്ത് കൊടുത്തിരുന്നില്ല എന്നല്ല പറഞ്ഞത്, മിസ്കീന്മാരായ ആളുകൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നില്ല എന്ന്. വളരെ വിശാലമായ പ്രയോഗമാണ്. സത്യവിശ്വാസത്തിൻ്റെ അനിവാര്യമായ ഫലം, അതുപോലെ തന്നെ സത്യവിശ്വാസികളുടെ സൽക്കർമ്മങ്ങൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന നിസ്കാരം, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ അടുത്ത സ്ഥാനം സാധുക്കളുടെ വിശപ്പടക്കുന്നതിനാണ്. ഈ രണ്ട് കാര്യത്തിലും ഉപേക്ഷ വരുത്തുന്ന ആളുകൾ സത്യത്തിൽ അവൻ യഥാർത്ഥ സത്യവിശ്വാസി ആയിരിക്കുകയില്ല. അതുകൊണ്ടാണ് ഈ രണ്ടും ഇവിടെ പ്രത്യേകമായി പറഞ്ഞത്. വേറെ പല സ്ഥലത്തും അല്ലാഹു തആല പറഞ്ഞ പോലെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ, നിസ്കാരം ശരിക്കും നിർവഹിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ബാധ്യത അവർ കൃത്യമായി നിറവേറ്റിയില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ എന്ന് പറഞ്ഞാൽ സഹജീവികളോടുള്ള ബാധ്യതയും നിറവേറ്റിയില്ല. ഈ രണ്ട് പോയിന്റാണ് അല്ലാഹു തആല എടുത്തു പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ ശരിക്കും ആലോചിക്കണം, നരകത്തിലേക്ക് നിങ്ങളെ എത്തിച്ചതിൻ്റെ കാരണം എന്താണ് എന്ന ചോദ്യത്തിന് അവർ തന്നെ പറഞ്ഞ മറുപടി നമ്മളെ കണ്ണ് തുറപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തിയിട്ട് ആദ്യം സംസാരിച്ച കാര്യം, ആദ്യം പറഞ്ഞ ഹദീസിലും ഇതുതന്നെയാണ് വിഷയം. ഈ ഹദീസ് കേട്ടാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു മുസ്ലിമായത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയ്ക്ക് എത്തിയപ്പോഴേ പല ആളുകളും വന്നു, പല ആവശ്യങ്ങൾക്കും വന്നു. ഒന്ന് പരീക്ഷിക്കാൻ, അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഒന്ന് കാണാൻ, എങ്ങനെയുണ്ട് ഇപ്പം നബി എന്നൊന്ന് അറിയാൻ, ഇങ്ങനെയൊക്കെ പല ആളുകളും വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഞാൻ അവിടെ അങ്ങനെ ചെന്നപ്പോൾ പിന്നെന്താണ് പറയുക, ആ മുഖം ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ബോധ്യമായി, അന്ന വജ്ഹഹു ലൈസ ബിവജ്ഹിൻ കദ്ദാബിൻ ലൈസ ബിവജ്ഹി കദ്ദാബിൻ, ഒരു നുണ പറയുന്ന ആളുടെ മുഖമല്ല ആ മുഖം, അതൊരു തേജസ്സുറ്റ മുഖമാണ്, വല്ലാത്ത പ്രകാശമുള്ളൊരു മുഖമാണ്.
മാത്രമല്ല ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അവിടുത്തെ വായിൽ നിന്നും വരുന്ന ആ വാക്കുകൾ ഞാൻ കേട്ടു. അവിടെ നിന്ന് പറയുന്ന ആദ്യത്തെ വാക്കുകൾ ഞാൻ കേട്ടു. അതെന്തായിരുന്നു അറിയോ? വക്കാന അവ്വല മാ സമിഅ്തു മിൻ കലാമിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സംസാരത്തിൽ നിന്ന് ഞാൻ കേട്ടതിൻ്റെ ആദ്യം ഞാൻ കേട്ടത് എന്തായിരുന്നു? നബി തങ്ങൾ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അയ്യുഹന്നാസ് അഫ്ഷുസ്സലാം, ജനങ്ങളെ നിങ്ങൾ സലാം പ്രചരിപ്പിക്കണം. വഅത്ഇമുത് തആം, ഭക്ഷണം ഭക്ഷിപ്പിക്കണം. വസല്ലു ബില്ലൈലി വന്നാസു നിയാം, രാത്രി ആളുകൾ ഉറങ്ങുന്ന സമയത്ത് നിസ്കരിക്കുകയും വേണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ തദ്ഖുലുൽ ജന്നത ബിസലാം, സുഖസുന്ദരമായി നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാം. അവിടെ ഈ ഒരു ഹദീസിലും വഅത്ഇമുത് തആം എന്നതുണ്ട്. അപ്പോൾ ആദ്യമായി മദീനയിൽ ചെന്നുള്ള സംസാരത്തിൽ തന്നെ ഇത് ഇടം പിടിക്കണമെങ്കിൽ അതിൻ്റെ പ്രാധാന്യമാണ് മനസ്സിലാക്കി തരുന്നത്. ഇതൊക്കെ കേട്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങൾക്ക് തോന്നി ഇതൊരു സത്യസന്ധമായ വരവാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾ ഒരിക്കലും ശത്രുക്കൾ ആക്ഷേപിക്കുന്നത് പോലെ തള്ളപ്പെടേണ്ട ആളല്ല എന്ന് പറഞ്ഞ് മുസ്ലിം ആവുകയാണ് മഹാനവറുകൾ ചെയ്തത്. അപ്പോൾ വലം നക്കുനു തുഇമുൽ മിസ്കീൻ, മിസ്കീന്മാരായ ആളുകൾ എല്ലാവരെയും ഒരേപോലെ കാണുക, കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കുക. അതിപ്പോൾ മുസ്ലിമാണോ നോക്കണ്ട, കാഫിറാണോ നോക്കണ്ട, നമ്മളുടെ ശത്രുതയുള്ള ആളാ നോക്കണ്ട, അങ്ങനെയൊന്നും നോക്കണ്ട. കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കുക. ഈ നാടുകളിലൊക്കെ റിലീഫൊക്കെ നടത്തുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യങ്ങളിലൊക്കെ എന്താണ് പറയുക, പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങളിലൊക്കെ എല്ലാവർക്കും കൊടുക്കുക. പിന്നെ ഒരു മതവിഭാഗത്തെ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം സെലക്ട് ചെയ്ത് അങ്ങനെ ആക്കണ്ട, എല്ലാവർക്കും കൊടുക്കുക. കൊടുക്കുന്നിടത്ത് ആർക്ക് കൊടുത്താലും അല്ലാഹു തആല പ്രതിഫലം നൽകും എന്നതാണ്. അതിനവിടെ മിസ്കീൻ എന്ന് പറഞ്ഞത് അല്ലേ. ഇവിടെ ഒരു മതമോ ജാതിയോ വേർതിരിവൊന്നും നടത്തിയിട്ടില്ല. എല്ലാവർക്കും കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. മഹാന്മാരായ സ്വഹാബത്തും സച്ചരിതരായ മുൻഗാമികളും ഒക്കെ ഖുലഫാ ഉർ റാഷിദീനടക്കം ഈ വിഷയം വളരെ കൃത്യമായി ശ്രദ്ധിച്ചിരുന്നു എന്നാണ്. പ്രത്യേകിച്ച് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ തൻ്റെ കാലഘട്ടത്തിൽ ഒരാൾക്കും ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടുന്നൊരു വിഷയം ഉണ്ടാവാൻ പാടില്ല എന്ന് ഉറച്ച തീരുമാനമെടുത്ത ആളായിരുന്നു. ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ വൃദ്ധനായ ഒരു ജൂതൻ, അന്യമതസ്ഥനാണ്, അയാൾ വൃദ്ധനാണ്, അയാൾ യാചന നടത്തുന്നത് കണ്ടു. ഉടനെ തന്നെ അയാളെടുത്ത് പോയിട്ട് പടച്ച റബ്ബേ അയാളോട് മാപ്പ് പറഞ്ഞു, നിങ്ങളിപ്പോൾ യാചന നടത്തേണ്ട ഗതികേട്ടിലെത്തിയോ? എൻ്റെ ഭരണത്തിൽ അതുണ്ടാവാൻ പാടില്ല. നല്ല കാലത്ത്, നിങ്ങളെ യൗവനകാലത്ത് നിങ്ങളിൽ നിന്നും ഞങ്ങൾ ജിസിയ നികുതി വാങ്ങിച്ചിട്ട്, അല്ലെങ്കിൽ കരം വാങ്ങിച്ചിട്ട് വലിപ്പത്തിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കാതെയായോ? അങ്ങനെ നിങ്ങൾക്ക് യാചന നടത്തേണ്ട ഗതികേട് വന്നുപോയോ? തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുകയും ഉടനെ തന്നെ നിയമം പാസ്സാക്കുകയും ചെയ്തു. മുസ്ലിങ്ങളുടെ ബൈത്തുൽ മാലിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പൊതു ഫണ്ടിൽ നിന്ന്, ഖജനാവിൽ നിന്ന് പെൻഷൻ പാസ്സാക്കി അദ്ദേഹത്തിന്. ആരും കഷ്ടപ്പെടാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. വലം നക്കുനു തുഇമുൽ മിസ്കീൻ, ഭയങ്കര കൂലിയാണെന്ന ഒരുപാട് പ്രതിഫലമുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഒരു അറാബിയായ മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, അല്ലിംനി അമലൻ ഉദ്ഖിലുൽ ജന്ന, സ്വർഗത്തിലേക്ക് എന്നെ കടത്തുന്ന ഒരു പണി തങ്ങൾ പഠിപ്പിച്ചു തരൂ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്ന് പറഞ്ഞു, ഒരു അടിമയെ മോചിപ്പിക്കുക, അടിമയെ മോചിപ്പിക്കുക. അപ്പോൾ അതിന് കഴിഞ്ഞില്ലെങ്കിലോ നബിയെ? അപ്പോൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിഇമിൽ ജായിഅ വസ്ഖിൽ ലംആൻ ഫഇൻ ലം തുത്ഖ ദാലിക, നിനക്കതിന് കഴിയില്ലെങ്കിൽ ഫാത്തിഇമിൽ ജായിഅ, വിശക്കുന്നവന് നീ ഭക്ഷണം കൊടുക്ക്, വസ്ഖിൽ ലംആൻ, ദാഹിക്കുന്നവന് വെള്ളവും കൊടുക്ക്. സ്വർഗത്തിലേക്ക് കടക്കുന്ന അമര് ചോദിച്ചു വന്ന ആളോട് പറഞ്ഞതാണ്. അപ്പോൾ ഈ ആയത്തും ഈ ഹദീസും നിങ്ങളുടെ കണക്ഷൻ നമുക്ക് മനസ്സിലായപ്പോൾ, എന്തേ നരകത്തിലേക്ക് നിങ്ങളെ കടത്തിയതെന്ന ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി, ഞങ്ങൾ മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുത്തിരുന്നില്ല. ഈ ഹദീസിൽ സ്വർഗത്തിലേക്ക് കടത്താനുള്ള ഒരു പണി പറഞ്ഞുതരാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഭക്ഷണം കൊടുക്കണമെന്നും പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ മറുപക്ഷത്തിലുള്ള ആളുകൾക്ക്, ആ മിസ്കീന്മാരായ അഗതികളായ ആ പാവങ്ങളുടെ കണ്ണിൽ ഒരു തിളക്കമുണ്ടാകും, ഒരു മനസ്സിലൊരു സന്തോഷമുണ്ടാവും. ആ സന്തോഷവും ആ തിളക്കവും മതി നമ്മുടെ ജീവിതം മുഴുവൻ തിളങ്ങാൻ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ മനസ്സ് നിറയാൻ അത് മതി. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ ഏതാണെന്നറിയോ? ഏതാ അമല്? ഒരാൾക്ക് സന്തോഷിക്കാനുള്ള വക ഉണ്ടാക്കി കൊടുക്കുക, ഒരാൾക്ക് സന്തോഷത്തിനുള്ള വക ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒരാളെ സഹായിക്കുമ്പോൾ, ഭക്ഷണം കൊടുക്കുമ്പോൾ, പ്രയാസങ്ങളിൽ കരകയറ്റുമ്പോൾ അയാൾക്ക് എന്തൊരു സന്തോഷക്കാരും. അതാണ് അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ അമൽ. അഹബ്ബൽ അഅമാലി ഇലല്ലാഹി സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യന് നീ നൽകുന്ന സന്തോഷം, അല്ലെങ്കിൽ അവൻ്റെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷം,
അല്ലെങ്കിൽ അവരുടെ വിശപ്പ് മാറ്റുമ്പോഴൊരു സന്തോഷം, അല്ലെങ്കിൽ അവരുടെ കടം വീട്ടി കൊടുക്കുമ്പോഴുള്ള ആ ഒരു വിഷയം, ഇതൊക്കെയാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടം. ഒരാളെ എന്താക്കുക, സഹായിക്കുക, അയാളെങ്ങനെ സന്തോഷിപ്പിക്കുക, അത് ഏത് വിധേനയാണെങ്കിലും ശരി. നമ്മുടെ സ്വഭാവം തന്നെ അങ്ങനെ മാറണമെന്നാണ്. മനുഷ്യന്മാരായ ആളുകളോട്, സഹജീവികളോട് ഫ്ലെക്സിബിൾ ആവണം നമ്മൾ. എപ്പോഴും ഒരു തരം റിജിഡിറ്റി ഉണ്ടാവരുത്. ആരും നമ്മളെ ഇടങ്ങാറാക്കരുത്, ആരും ഇടങ്ങാറാക്കണ്ട. എല്ലാവരോടും ഒരു ഫ്ലെക്സിബിൾ, ഒരു കടുംപിടുത്തമല്ല, അതൊന്നും നല്ല സ്വഭാവമല്ല. ആവശ്യമില്ലാത്തയിടത്ത് കടുംപിടുത്തം വേണ്ട. ഇങ്ങനെ എല്ലാവരോടും ഫ്ലെക്സിബിൾ ആവുന്ന, എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറുന്ന ആളുകളെ നരകം തൊടുവില്ല എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അലാ ഉഖ്ബിറുകും ബിമൻ യഹ്റുമു അലന്നാർ, നരകം ഹറാമാവുന്ന ആളുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ? എന്നിട്ട് പറയാണ്, അലാ കുല്ലി ഖരീബിൻ ഹയ്യിനിൻ സഹ്ലിൻ, അലാ കുല്ലി ഖരീബിൻ ഹയ്യിനിൻ സഹ്ലിൻ. എല്ലാ ആളുകൾ എന്താണ് സ്വഭാവം? അവർ ഹയ്യനാണ്, അവർ സഹലാണ്, ഖരീബാണ്. എപ്പോഴും അവർ സമീപസ്ഥമായിട്ടുണ്ടാവും, ആളുകൾ അടുത്ത് തന്നെ ഉണ്ടാവും. ആളുകളോട് ഹയ്യനായിട്ട് വളരെ മാന്യമായി, ലോലമായി, സഹലിൻ എളുപ്പത്തോടെ പെരുമാറും. ആരും അവരെ ഇടങ്ങാറാക്കൂല. അവർ പെരുമാറുമ്പോഴൊക്കെ എളുപ്പമുണ്ടാവും, ഒരു മയമുണ്ടാവും, മാർദ്ദവം ഉണ്ടാവും, ഒരു പ്രയാസം അതിലുണ്ടാവൂല. എല്ലാവരുടെയും അടുത്ത് അങ്ങനെ വളരെ റാഹത്തായിട്ട് അവരുണ്ടാവുന്ന ആളുകളുമായി കൈകാര്യം ചെയ്യുന്ന ആളുകൾ, ഇവരെ നരകം തൊടൂല എന്ന്. നമ്മളും അങ്ങനെ സ്വഭാവം ശീലിക്കാൻ ശ്രമിക്കുക. ഇങ്ങോട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എന്ത് ചെയ്താൽ തന്നെ അങ്ങോട്ട് മാപ്പാക്കി കൊടുക്കുക. അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യങ്ങളല്ല. മാപ്പാക്കി കൊടുക്കപ്പെടുന്ന ആളുകൾക്ക് അത് തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടമുള്ള അമലും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പൊരുത്തപ്പെട്ടു കൊടുക്കുക, മരിച്ചാലും പൊറുക്കൂല എന്നൊന്നും പറയണ്ട. അതൊക്കെ വലിയ വർത്തമാനങ്ങളാണെന്ന് പറയാൻ പാടില്ല. അള്ളാഹു തല പുറത്തു കൊടുക്കുന്നില്ല, നമ്മൾ പുറത്തു കൊടുക്കില്ല എന്ന് പറയും. എന്നിട്ട് നമ്മൾ അള്ളാഹിൻ്റെ ഇപ്പുറത്ത് കൈ നിന്നിട്ട് പക്ഷേ എനിക്ക് പുറത്തു തരണേ. സഹജീവികൾക്ക് പുറത്തു കൊടുക്കാൻ നമുക്ക് മനസ്സില്ല, തയ്യാറില്ല. എന്നിട്ട് നമുക്ക് പുറത്തു തരാമെന്ന് കുറച്ചുകൂടെ പറഞ്ഞാൽ അള്ളാഹു കേൾക്കുമോ? യാ റബ്ബ്, സുബ്ഹാനല്ലാഹ്. അച്ചടക്ക നടപടിയുടെ ഭാഗമായി ശിക്ഷിച്ചത് വരെ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊരുത്തപ്പെടുപ്പിച്ചിട്ടുണ്ടെന്നാ മഹാന്മാരാ സ്വഹാബത്ത് വരെ. നമ്മളൊക്കെ ഉണ്ടല്ലോ, കുട്ടികളടിക്കും ചിലപ്പോൾ, അല്ലേ, വേറെ ആരെങ്കിലും അച്ചടക്ക നടപടി ഭാഗമായി ചിലപ്പോൾ ശിഷ്യന്മാർ ഉസ്താദ്മാർ തമ്മിലൊക്കെ അടിയൊക്കെ ഉണ്ടാവും. അതൊക്കെ അതിൽ തന്നെ ഒതുങ്ങണം, അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കരുത്. വ്യക്തിവൈരാഗ്യമോ ദേഷ്യമൊന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല. ആ അടി കഴിഞ്ഞാൽ ഉടനെ ആ അടിക്കപ്പെട്ട ആളെ വിളിച്ചിട്ട് പൊരുത്തിപ്പിടിക്കുകയോ അതല്ലെങ്കിൽ ആ ആളോട് അടിച്ചതിൻ്റെ കാരണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയോ ഒക്കെ വേണം. അത് നമ്മുടെ സ്വന്തം മക്കളായാലും ശരി. ഇങ്ങനെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി ശിക്ഷിച്ചത് വരെ പൊരുത്തപ്പെടുപ്പിച്ചിട്ടുണ്ട് എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഉമർ റളിയല്ലാഹുവിന്റെ കയ്യിൽ എപ്പോഴും ഒരു വടി ഉണ്ടാവുന്ന, ഒരു വടി, ആ ഒരു വടി അടക്കം ഇങ്ങനെ മുപ്പർ എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തത് ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ ഒരു കൊട്ടും. അതുകൊണ്ട് ഒരു വടിയുണ്ട്, സ്വാഭാവികമായിട്ടും ഒന്നിങ്ങനെ ഒന്നിങ്ങനെ ആ വടി കൊണ്ടൊന്ന് തട്ടും. അപ്പോൾ ഒരിക്കൽ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. ഇടുങ്ങിയ വഴിയിലൂടെ നല്ല കൈയൊക്കെ രണ്ടും ഉഷാറായി വീശിയിട്ട് നടക്കുന്നുണ്ട് സലമത്ത് ബിനുൽ അക്വ റളിയല്ലാഹു അൻഹു. മുപ്പര് ഇടുങ്ങിയ വഴിയാണ്, നല്ല ഉഷാറായി കൈയൊക്കെ നീട്ടി ഇങ്ങനെ നടക്കുകയാണ്, കൈയൊക്കെ വീശിയിട്ട്. അപ്പോൾ മെല്ലെ ഒന്ന് കൊടുത്തു, ആ വടിയുണ്ട്, ചെറിയൊരു അടി അടിച്ചു. ഒന്ന് സൈഡിലൂടെ ഒതുങ്ങി നടക്കി. ഇത് നിങ്ങൾക്ക് മാത്രം പോകാനുള്ള വഴിയല്ല, ഇടുങ്ങിയ വഴിയല്ലേ, ഒന്ന് അപ്പുറത്തൊരു നടക്കിയെന്ന് പറഞ്ഞു. വഴി തടസ്സപ്പെടുത്താൻ പാടില്ല. പിന്നെ ഒരു പാഠമാണ് അവിടെ പഠിപ്പിക്കുന്നത്. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, വഴി തടസ്സപ്പെടുത്തിയിട്ട് ചെയ്യാതിരിക്കുക. എന്താണ് പറയുക, ഡ്രൈവിംഗ് മാനേഴ്സൊക്കെ പരമാവധി പാലിക്കായിക്കോട്ടെ. ഏതായാലും ഉമർ റളിയല്ലാഹുവിൻ്റെ ഈ അടി സലമത്തിനൊക്കെ തങ്ങളുടെ മനസ്സിൽ വേദനിച്ചു. എന്നാലും പിന്നെ സലമത്തുനാക്രതൻ അത് വിട്ടു. ഖലീഫയല്ലേ, എന്തും ചെയ്യാലോ, അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ട് ചെയ്യാലോ. പക്ഷെ ഉമർ റളിയല്ലാഹുവിൻ്റെ മനസ്സിൽ ഈ അടി എന്നും അങ്ങനെ ഒരു വേദനയായിട്ട് കടന്നു. ഞാൻ എന്നാലും അടിച്ചല്ലോ, എന്നാലും ഞാൻ മുപ്പര അടിച്ചില്ലേ, അങ്ങനെ ഒരു വേദന ഇങ്ങനെ കിടന്നു. പിന്നെ അങ്ങനെ അടുത്ത കൊല്ലം ഹജ്ജിൻ്റെ സമയമായപ്പോൾ സലമത്ത് ബിൻ അക്വ റളിയല്ലാഹു ഉമർ തങ്ങൾ വിളിച്ചു റളിയല്ലാഹു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഹജ്ജിന് പോകണോ? പോകണം. എന്നാൽ അത് 600 ദിർഹം അത് പിടിച്ചോളി, ഹജ്ജിന് പോയിട്ട് വരും എന്ന് പറഞ്ഞു. അപ്പോൾ സലമ റളിയല്ലാഹു ചോദിച്ചു, അല്ല ഇതിപ്പോൾ എന്തെങ്ങനെ? അത് ഒന്നുമില്ല, അന്ന് ഞങ്ങൾ അടിച്ചിരുന്നില്ലേ, ആ അടി ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല, നിങ്ങളതിന് പൊരുത്തപ്പെട്ടളി. അമീറുൽ മുഅ്മിനീൻ, ഞാനതൊക്കെ അന്ന് തന്നെ മറന്നില്ലേ, ഞാനതൊക്കെ അന്നേ വിട്ടു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഉമർ റളിയല്ലാഹുവിന് അച്ചടക്ക നടപടിയുടെ ഭാഗമായി ചെയ്തതാണ് അത്. അതുപോലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കടന്നു നീറിയപ്പോൾ അതിൽ പൊരുത്തപ്പെടിപ്പിച്ചിട്ട് ഈ മഹാനായ സ്വഹാബിയെ പൈസ കൊടുത്തിട്ട് ഹജ്ജിന് പറഞ്ഞേക്കാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ആളുകളോട് ഫ്ലെക്സിബിൾ ആവുക, നല്ല നിലയിൽ പെരുമാറുക, ആരും ഇടങ്ങാറാക്കാതിരിക്കുക. ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവം ചെയ്തെന്നൊക്കെ പറയാറില്ലേ, നമ്മൾ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ചുകൂടി സംബന്ധമായിട്ട് പറയാം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.